ഗൗരി, നമുക്ക് വേഗം പുറപ്പെടാം. എന്തേ? മോന് പെട്ടെന്ന് തലകറങ്ങിയിട്ട് ആശുപത്രി കിടത്തിയിരിക്കുകയാണ്. ഈശ്വര, അവൻ എന്ത് പറ്റി? ഒന്നുമില്ല, നീ വേഗം വാ. മോള് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വരാം. ഏട്ടാ പറ, മോൻ എന്താ ഉണ്ടായത്? ഞാൻ വിളിച്ചു ചോദിച്ചു. ഇന്നലെ രാത്രി കുട്ടികൾ കമ്പനി കൂടിയപ്പോ ഇത്തിരി ഓവറായതാ, അല്ലാതെ പേടിക്കാൻ ഒന്നുമില്ല. നീ വാ. മീനു ഇന്നും ലീവാ. നമുക്ക് അവിടെ വീട്ടിൽ പോയി നോക്കിയാലോ? ഇപ്പൊ വേണ്ട, വൈകിട്ട് പോവാം. ഇന്നെന്താ സ്കൂളില്ലേ? അപ്പൊ മക്കളൊന്നും അറിഞ്ഞില്ലേ? ഈ സ്കൂളിൽ ഒരു കുട്ടി മരിച്ചു. ആര്? പേര് മീനു. സ്വന്തം തന്താര് തന്നെ. കലികാലം, അല്ലാണ്ട് എന്താ പറയാ. എന്ത് ചോദിച്ചാലും നീ എന്തുട്ടിനാ കരയണേ? എന്ത് പറ്റി നിനക്ക്? മീനു, ഞാൻ പുതിയൊരു മാജിക് പഠിച്ചിട്ടുണ്ട്, കാണിച്ചു തരട്ടെ? ഓടാ, പിന്നെ കാണിക്കാം. ഓ ജാട. മീനു, എന്താ അച്ഛാ പറ. എന്റെ അച്ഛൻ, അയാള് ചീത്തയാ. അച്ഛൻ അങ്ങനൊക്കെ? ടോബി മാമ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ എനിക്ക് തല കറങ്ങണ പോലെ തോന്നി. പിന്നെ നമുക്കിത് ടീച്ചറോട് പറഞ്ഞാലോ? വേണ്ട, അച്ഛൻ അറിഞ്ഞ എന്നെ കൊല്ലും. ഇവിടെ എന്താ അമ്പ് വരുന്ന ആളെടുക്കണ്ട, അങ്ങോട്ട് മാറിക്കട. അവരോട് പോയി അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. മാറിക്ക് മാറിക്ക്. എന്താടാ പോലീസുകാരെ കണ്ടിട്ട് ഒരു ബഹുമാനമില്ലാത്ത? ഇങ്ങോട്ട് എണീക്കടാ. ഇത്രയും വലിയ വൃത്തികേട് ചെയ്തിട്ട് ഒരു കുറ്റബോധമല്ലാതിരിക്കുന്നു. നടക്കടാ. അത് മനസ്സിലായി. നീയൊക്കെ സത്യം പറയാൻ ഇങ്ങനൊരു പിടുത്തം പിടിച്ചാ മതി. നടക്കണം. മാറേടേ, മാറടാ, മാറിക്കടാ. ഇങ്ങോട്ട് കേറങ്ങട്. ഒരു കാര്യം പറയട്ടെ മാധവ, ആരൊക്കെ വിശ്വസിച്ചാലും നീ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. എല്ലാം എനിക്കറിയാം. ടോബി ഇനിയും വരും, പല രൂപത്തിലും. അവനെ വിശ്വസിക്കരുത്. അവനെതിരെ തെളിവ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല മാധവ. സ്വന്തം മോളെ പീഡിപ്പിച്ചു കൊന്ന അച്ഛൻ എന്നുള്ള പേരെനിക്ക് കിട്ടി. ഞാൻ പോവുക. ഒരച്ഛനും ഇനി ഗതി വരാതിരിക്കട്ടെ. വല്ല പേടിപ്പനിയാണാവോ? കുട്ടിയുടെ മുഖം കണ്ട എനിക്കും തോന്നി. മോള് വല്ലതും കണ്ട് പേടിച്ചോ? ആ കണിയാനെ ഒന്ന് കാണണം. കല്ലമ്പാറ സാമിയെ കണ്ടാലോ? മരുന്ന് കൊടുക്കുന്നില്ലേ നീ? സുമിത്രേച്ചി ഇന്നും പൈസ ചോദിച്ചു. ആ, ഞാനത് മറന്നു. പൈസ കിട്ടുമെന്ന് ഞാൻ പോയി നോക്കട്ടെ. ശരി. മോള് പേടിക്കണ്ട കേട്ടോ. എന്നിട്ട് നീ ഇത് പോയി ഏവരാം സാറിന് കൊടുത്തിട്ട് നീ അങ്ങോട്ട് ഓഫീസിൽ. സാറേ, വീട്ടിലിരിക്കണ്ടേ? ആ, എന്നിട്ട് വേണം അവളെയും ഇവിടെ ഐസിയു കിടത്താൻ. നീ പറയുന്നത് കേക്കടാ. ചെല്ലേ. ആ വക്കച്ച, ആ ഇവിടെ എന്താ പണി? നീ എന്തുട്ട എന്നെ കാണണം എന്ന് പറഞ്ഞേ? നീ ആദ്യം അത് പറ. വക്കച്ച, എനിക്ക് ഇത്തിരി കാശിന്റെ ആവശ്യമുണ്ട്. ഓ, നന്നായി. മാധവ, 1 കോടി രൂപ ഈ നേരത്തെ എനിക്ക് കിട്ടിയാ അത് തികയില്ല. അത്രയ്ക്കും വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ. അതെന്താ വക്കച്ച? അതൊക്കെ പറഞ്ഞ് ഞാൻ എന്തിനാ നിന്റെ മനസ്സമാധാനം കളയുന്ന? അല്ല മാധവ, നിനക്ക് എന്തുട്ടാ ഇപ്പൊ കാശ്? മോൾക്ക് നല്ല പനി, കയ്യിലാണേലും ഒന്നും. മോളുടെ കാര്യമാണോ? അത് മുന്നേ പറയണ്ടടാ. ഇത് പിടിക്ക, വേഗം പോയി ഡോക്ടറെ കാണിക്കും. ഇത്രയും കാശൊന്നും വേണ്ട വക്കച്ച. മാധവ, ഞാൻ പറഞ്ഞില്ലേ, 1000 2000 കൊണ്ട് എന്റെ കാര്യമൊന്നും ശരിയാവില്ല. മോളുടെ സൂക്കേട് മാറട്ടെ. ചെല്ലേ. അല്ല, എന്താ ഇവിടെ? ആരാ കിടക്കുന്നത്? നീ സ്കൂട്ട് അവിടെ കടി. കഥ പറയാനുള്ള മൂഡിലല്ല ഞാനിപ്പോ. വിശുദ്ധമായി ഞാൻ പിന്നെ പറയാം. എന്നാലും വക്കച്ചന് വന്ന ഒരു മാറ്റം. 1000 ചോദിച്ചപ്പോ 5000 തന്നല്ലോ. അതെ, നിങ്ങൾ ഇപ്പോഴും ഗോപിയുടെ കാര്യം ആലോചിച്ചിരിക്കുകയാണോ? ലോകത്ത് ആരും ചെയ്യാത്ത തെണ്ടിത്തരമല്ലേ അയാൾ ചെയ്തത്? സ്വന്തം മോളെ ഗോപിയെ വെറുതെ കുറ്റപ്പെടുത്തരുതെന്ന് നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
നിങ്ങളുടെ കൂട്ടുകാരനൊക്കെ തന്നെയാ. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാ. ആരാടി പറഞ്ഞത് ഗോപി ആ കുട്ടിയെ കൊന്നതെന്ന്? ടോബി. ടോബിയോ? അതെ, എത്ര നല്ല പയ്യനാണെന്നറിയോ? ആരാടി പറഞ്ഞ ടോബി ഇവിടെ കയറ്റാൻ? ഞാൻ അവനെ ഒരു അനുജനെ പോലെ കാണുന്നത്. നിങ്ങളുടെ ഗോപി പോലൊരു ചെറ്റയൊന്നുമല്ല അവൻ. മതി, എന്തൊട്ട് തേങ്ങയായി കാണിക്കണേ? എനിക്കിന്ന് കുടിച്ചു മരിക്കേ. മാധവേട്ടന് മരിക്കണേ ഈ ലോകത്തുള്ള ഷാപ്പിലെ കള്ള് മുഴുവൻ വേണം. അത് വിട്. എന്തുട്ട പ്രശ്നം? കുറച്ച് ദിവസമായിട്ട് എന്റെ കുട്ടിക്ക് വല്ലാത്ത മാറ്റമുണ്ട്. മതിയെങ്കിൽ മോള് കിടന്നോ. നീ അടുക്കളയിലോട്ട് ചെല്ല്, ഞാൻ മോളിലെടുത്തിരുന്നോളാം. എന്റെ മോക്ക് എന്ത് പറ്റി? വേണ്ട വേണ്ട മോളെ മാറി നിക്ക്. അച്ഛൻ ചീത്തയാ, എല്ലാ അച്ഛന്മാരും ചീത്തയാ. പോവാനല്ലേ പറഞ്ഞേ, എന്നെ പീഡിപ്പിക്കലല്ലേ. എല്ലാ അച്ഛന്മാരും ചീത്തയാ. എന്താ എന്റെ കുട്ടി പറഞ്ഞേ? നിങ്ങൾ എന്താ എന്റെ കുട്ടിയെ ചെയ്തത്? ഞാൻ എന്റെ കുട്ടിയെ ഇതുപോലത്തെ ഒരു പ്രശ്നം ലോകത്ത് ആരും അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല. ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനുണ്ട്. അവൻ എന്റെ വീട്ടുകാരെ കടിച്ചു, നാട് മുഴുവൻ കടിച്ചു. എല്ലാവർക്കും പേളാകുന്നതിന് മുമ്പ് എനിക്കത് ചെയ്യണം. മാധവേട്ടൻ വിളിച്ചാൽ ഞാൻ എവിടെയും വരും. ഒരു വടി ഞാനും കൈപ്പിടിക്കും. പോലീസ്, കേസ്, കോടതി, അതൊക്കെ എനിക്ക് പുല്ല. മുകളിൽ ആകാശം താഴെ ഭൂമിയായിട്ടുള്ള എനിക്ക് ആരെ പേടിക്കാനാ മാധവേട്ട? ദാ, ഇത് കുടിക്കും. ഹലോ, ഞാൻ സെക്യൂരിറ്റി. റൂം നമ്പർ 315ലേക്ക് 2 ജ്യൂസ്. നിങ്ങളെ മൈക്കിൾ ജാക്സന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി. അതെ, നല്ല ചെത്തുകൾ ഉണ്ടെങ്കിൽ ഒരു കുപ്പി തരാൻ മറക്കല്ലേ. ഫ്ലാറ്റിലുണ്ടാവും. മുകളിലാണെന്നാ തോന്നുന്നത്. നോക്കാം. വാ. മാധവേട്ടാ, ഇവൻ കിറങ്ങിയിരിക്കാട്ടാ. അവൻ ഇതുവരെ അനുഭവിക്കാത്ത ലഹരിയല്ലേ നമ്മൾ കൊടുക്കാൻ പോകുന്നു. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നാൽ വേഗം ചാവാടൻ. ഒരച്ഛനെ കൊണ്ട് താങ്ങാനാകാത്ത വേദനയല്ലേടാ നീ എനിക്ക് തന്നത്.